വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നെയിൽസ് ചെയ്തു, അതാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സലൂണിലാണ്. നെയിൽസ് ചെയ്തു, പിന്നെ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി പോകുന്നു, ത്രെഡ് കഴിഞ്ഞു. അപ്പോൾ അതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഞാൻ ഇതിൽ എൻ്റെ സ്കിൻ കെയറും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട, സ്കിൻ കെയറും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ നല്ല രീതിക്ക് വാഷ് ചെയ്തു. സത്യം പറയില്ല, ഹെയർ സ്പാ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു തലയ്ക്കൊക്കെ ഒരു സുഖമാണ്, എന്തോ ഒരു ഫീല് കിട്ടും. അങ്ങനെ തലമുടിയൊക്കെ കഴുകി സെറ്റാക്കിയിട്ട് ഞാൻ അവിടെ ക്രീം ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഞാൻ എപ്പോൾ ചെന്നാലും ഞാൻ നെയിൽസ് ചെയ്യുന്നത് ആളെടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആളടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഹെയറിൽ ഞാൻ എന്തൊക്കെയാണ് ഇടുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ചെയ്ത് തരാറുണ്ട് സൂപ്പറായിട്ട്. സോ ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലായിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, മസാജ്. എൻ്റെ മുന്നോ എനിക്ക് ഉറങ്ങാനുള്ള ഒരു ഫീലുണ്ട്. അപ്പം അവിടെ കട്ടിൽ കിട്ടിയാൽ ഞാൻ കിടന്നുറങ്ങും. അങ്ങനെയാണ്. ഞാൻ ഹെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പം അതെ ഞാൻ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്കിൻ കെയറും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. കാരണം ഇത് ഭയങ്കര ചെറിയൊരു വീഡിയോ ആയി. അപ്പം ഞാൻ ചോദിച്ചു, ഓൾറെഡി ഞാൻ സ്കിൻ കെയർ കാണിക്കണം എന്ന് കരുതുക, എന്നാൽ പിന്നെ നമുക്കിന്ന് അതും കൂടി ഒന്ന് നമുക്കൊന്ന് കാണാം. സ്കിൻ കെയർ, അതുപോലെ ഞാൻ ഹെയറിൽ എന്താ ചെയ്യുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ ആൾക്കാർ എൻ്റെ സ്കിൻ കെയർ, എനിക്ക് എന്താണ് സ്കിൻ കെയർ, എൻ്റെ സ്കിൻ എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യലൊന്നുമില്ല. ലൈക്ക് നോർമലായിട്ട് ഒന്നും ഞാൻ ചെയ്യലില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കുറച്ച് 1-2 സിറം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും വൈറ്റമിൻ അല്ല വൈറ്റനിങ് ക്രീം തേക്കുന്നുണ്ടോന്നുള്ളത്. ഞാനങ്ങനെ വൈറ്റനിങ് ക്രീമും കാര്യങ്ങളൊന്നും ഞാൻ തേക്കുന്നില്ല. പക്ഷെ ചെറുതായിട്ട് ഞാനൊന്ന് ഫേസ് സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതെന്താണെന്നുള്ള കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഹെയർ ഇപ്പോൾ നോക്കൂ, ഭയങ്കര സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം കാണുന്നുണ്ടോ എനിക്കറിയില്ല. സെറ്റായി. ഞാൻ സ്പാ, അതുപോലെ തന്നെ ത്രെഡിങ്, പിന്നെ നെയിൽസും ആണ് ചെയ്തിട്ടുണ്ടാകുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് സ്കിൻ കെയറിൽ തുടങ്ങാം. സ്കിൻ കെയർ, ബോഡി കെയറിൽ തുടങ്ങാം. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. ഞാൻ എന്നെ നോക്കി പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ എൻ്റെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ബാം ആണ്. ലിപ് ബാം ഞാൻ ഓൾറെഡി എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ വിഷ് കെയറിൻ്റെ ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കറണ്ട്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ് ബാം ഇതാണ്. നല്ല ലിപ് ബാം ആണ്, അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. യൂസ് ചെയ്ത് ഇപ്പം ഇത്ര ആയിട്ടുണ്ട്. സോ നല്ല ലിപ് ബാമാണ്, നല്ല ലിപ്പ് നല്ല മോയ്സ്ചർ ആകുന്നതാണ്. എനിക്ക് വിഷ് കെയറിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷ് ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര ആദ്യം തന്നെ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗാർണിയറിൻ്റെ പ്രോഡക്ട്സുകൾ. എനിക്ക് ഗാർണിയറിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗാർണിയറിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവും. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി ഫേസ് വാഷ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ ഫേസിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ UAE നല്ല ചൂടാണെങ്കിൽ പോലും ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എന്താ വെച്ചാൽ ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുന്നത് ഒന്നുകിൽ ഞാനിങ്ങനെ ഇറങ്ങി നടക്കാറില്ല. അപ്പോൾ കൂടുതലും കാറിലായിരിക്കും ഒക്കെ ആയിരിക്കും പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങനെ എന്താ പറയുക സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം തോന്നുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് അടിപൊളി ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീനാണ്. സോ മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം ഒരു
300-400 ആ റേഞ്ച് ആയിരിക്കാം ഈ ഒരു സൺസ്ക്രീൻ ഉള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതേ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ നിങ്ങളെ ഫേക്ക് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമല്ല. മോയ്സ്ചറൈസറിൻ്റെ ഇത് മിക്ക ആൾക്കാരിലും ഉണ്ടാകുന്നൊരു മോയ്സ്ചറൈസർ ആയിരിക്കാം ഈ ഒരു മോയ്സ്ചറൈസർ. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതല്ല, ഞാൻ വേറെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തായിരുന്നു, കേരവാൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ. അതും എനിക്ക് ഓക്കെ ആയിരുന്നു. സോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടറിയാതെ ഇത്ര ആയിട്ടുണ്ട്. അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്, നല്ലതാണ്. സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്ക് ഭയങ്കര ചില സമയത്ത് മാത്രമേ എൻ്റെ ഡ്രൈ ആവാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ല ഫീല് കിട്ടാറുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ. സോ ഇതാണ് എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ വരുന്ന, മോർണിംഗ് അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, അടുത്തത് നൈറ്റിലോട്ട് പോവാം. നൈറ്റിലോട്ട് പോകുമ്പോൾ എഗെയിൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗാർണിയറിൻ്റെ ഫേസ് വാഷ് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗാർണിയറിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യും. അതിനുശേഷം ഞാൻ ഓരോ ഡേയും ഓരോ സിറം യൂസ് ചെയ്യുന്നത്. സോ എനിക്കൊരു 3-4 സിറംസ് ഉണ്ട്. ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം യൂസ് ചെയ്യുന്ന ഒരു സിറം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഗാർണിയറിൻ്റെ ഒരു വിശ്വാസം ഫാസ്റ്റ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറാണ്. ഇത് ഇപ്പോൾ ഇത്രയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, കുറച്ചുകൂടി ഉണ്ട്. ഇത് നല്ല ഒരു സിറാണ്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. കേട്ടോ, ഒരു വൈറ്റ് കളറാണ്. ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് നല്ല സിറാണ്. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിറാണിത്. കാരണം നമ്മളിപ്പോൾ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആവണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് എല്ലാവർക്കും പറ്റുന്ന ഒരു സിറാണ് ഈ ഒരു ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി ആണ് കേട്ടോ. വിറ്റാമിൻ സി സിറാണ്. അപ്പം ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഞാൻ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു സിറം ഞാൻ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ഡേ ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഏതാണെന്ന് കാണിച്ചിട്ട് ഞാൻ ഓരോ ദിവസവും എനിക്കിങ്ങനെ മറ്റേ ഇന്ന ദിവസം അങ്ങനെയല്ല, ഞാൻ ഒരു ദിവസം ഒരെണ്ണം യൂസ് ചെയ്താൽ ഒരു ദിവസം ഒരെണ്ണം, അങ്ങനെയാണ്. സോ മിക്സഡ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇപ്പം അഫ്കോഴ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിറാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഗ്ലോസറാണ്. ഇതൊരു നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ സിറാണ്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലോസറാണ്. ഇതിലുണ്ട് ഗ്ലോസറും എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ഗ്ലോസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും അടിപൊളിയായിട്ടുള്ള ഒരു സിറാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ നെഞ്ച് തകർന്നു. ഓണായിട്ടല്ല ഇതായിട്ടല്ല ഇരുന്നത്. യൂസ് ചെയ്ത് ഇത്ര ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഞാൻ 2 മന്തായിട്ടൊക്കെ 2 മന്ത് ഓർ 3 മന്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തൊരു സാധനം, ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഡെയിലി ഒരേ സാധനമല്ല യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഡെയിലി ഒരേ സാധനം വെച്ചാൽ ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു ദിവസം ഇരുന്ന് യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഇപ്പം ഈ അടുത്തത് ഇത് യൂസ് ചെയ്ത് അടുത്ത ഗാർണിയർ പിന്നെ ബ്യൂട്ടി ഓഫ് ചോയ്സ് അങ്ങനെയല്ല, ഒരു ദിവസം ഒരു സിറം അങ്ങനെയാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒരു സെൻഡലേൻ്റെ ഈ ഒരു സിറാണ്. ഇത് ഇത്ര ആയിട്ടുണ്ട് ഈ ഒരു സിറം. കാരണം ഇത് ഒരുപാട് നിങ്ങൾ റിവ്യൂ കേട്ടിട്ടുണ്ടാവും ഈ ഒരു സിറത്തിനെ കുറിച്ചിട്ട്, ഭയങ്കര ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഭയങ്കര ബ്രൈറ്റൻ ആയിട്ടല്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിലില്ലേ, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പെയ്ഡ് പ്രൊമോഷൻ സാധനങ്ങളൊന്നും അല്ല കേട്ടോ, ഈ ഒരു സാധനങ്ങളൊന്നും എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ ബാക്കി 2 സിറവും എനിക്ക് അങ്ങനെ ഭയങ്കര പിമ്പിൾസ് പോകുന്ന പോലെയല്ല, പക്ഷെ എൻ്റെ ഫേസ് ഭയങ്കര എപ്പോഴും മോയ്സ്ചറായിട്ട് ഇരിക്കാനായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. കാരണം എപ്പോഴും ഡ്രൈ പോലെ ഫീൽ ചെയ്യാറില്ല ആ 2 സിറവും, ബ്യൂട്ടി ഓഫ് ജോയ്സിനും ഗാർണിയറും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറാണ്. ഇത് നമ്മുടെ ഈ സെൻഡലേൻ്റെ ഈ ഒരു ബ്രൈറ്റനിങ് സിറാണ്, ടോൺ ബ്രൈറ്റനിങ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ കാണാം നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ഉള്ളത്. സോ ഈ ഒരു സിറത്തിൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ പിമ്പിൾസ് വന്ന ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങൾ, എനിക്ക് അങ്ങനെ പിമ്പിൾസ് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്
പിമ്പിൾസ് വരാറില്ല. പക്ഷേ പിമ്പിൾസ് വരുന്നില്ലെങ്കിലും എൻ്റെ സ്കിൻ കുറച്ച് ചില സമയത്ത് പീരിയഡ്സ് വന്ന സമയത്ത് ഒരു പിമ്പിൾ ഇവിടെ ഒരു പിമ്പിൾ ഇവിടെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിത് പെട്ടെന്ന് പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു സിറാണ്. പിന്നെ ഇത് ഞാൻ നൈറ്റ് മാത്രം യൂസ് ചെയ്യുന്ന നല്ല ഈ ഒരു സാധനം, അതെ അടുത്തൊരു സാധനമാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം, ഇത് അഡ്വാൻസ് നെയിൽ മ്യൂസിയത്തിൻ്റെ നമ്മുടെ ഒച്ചിൻ്റെ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒരു കാലത്ത് ഭയങ്കര വൈറലായിരുന്നു ഇത്. ടോവിനയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ മോയ്സ്ചറൈസർ. ഞാൻ അടുത്തത് ഇതിൻ്റെ മോയ്സ്ചറൈസർ മേടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ മോയ്സ്ചറൈസർ, ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ തവണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാദ്യം ഒരിക്കൽ ഞാൻ ഇതിന് മുന്നേ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സ്നെയിൽ മ്യൂസിയത്തിൻ്റെ ഒരു ഇതാണ്, ഒരു സിറം എന്ന് പറയാൻ പറ്റില്ല, കോസാറക്സിന്റെ. സോ ഇത് അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്തത് ഇത്ര ആയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഒട്ടും ഡ്രൈ ആക്കില്ല. എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡ്രൈ ഓയിൽ അങ്ങനെയൊക്കെ ഒരു മിക്സഡ് കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര എന്താ പറയുക, ഒരു ബ്രൈറ്റൻ ആക്കണ പോലെ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫീല്, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ഈ ഒരു സ്നെയിൽ മ്യൂസിയം, കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിയം എന്ന് പറയുന്നത് ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അടുത്തത് നമുക്ക് കിടക്കുമ്പോൾ ബോഡിയിലേക്ക് കിടക്കാം. ബോഡിയിലോട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഷവർ ജെല്ലാണ്. ഞാൻ സോപ്പ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഷവർ ജെല്ല് പലതാണ്, മിക്സഡ് ആയിട്ട് യൂസ് ചെയ്യാറ്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നിവ്യൻ്റെ ഈ ഒരു ഷവർ ജെല്ലാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അടിപൊളിയാണ്. എന്താ പറയുക, നല്ല ഒരു ക്യാപ്സ്യൂളൊക്കെ ഇതിലുണ്ട്. വിറ്റാമിൻ ഒക്കെ ഉള്ള ഒരു വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി ഒക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു ഷവർ ജെല്ലാണ്. ഓക്കെ, അപ്പം ഇത് യൂസ് ചെയ്യാറുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ബോഡി ലോഷൻ. ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനമാണ് ഈ ഒരു പ്ലമ്മിൻ്റെ ബോഡി വാനില കാരമൽ ബോഡി ലോഷൻ. ഇതിൻ്റെ മണമില്ലേ, നിങ്ങൾക്ക് കാരമൽ ഒരു വാനില ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെടും. അല്ലാത്തവർ ഇതിൻ്റെ അടുത്തോട്ട് പോകണ്ട, ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞു, മീൻസ് ഞാനിത് യൂസ് ചെയ്തിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞു ഈ ഇഷ്ടമല്ല ഈ സ്മെല്ലെന്ന്. അപ്പം വാനില ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സാധനം ഒരിക്കലും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല. സോ വാനില നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. നമുക്ക് നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സാധനം എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിലുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിടക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലാണ്. അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ബോഡിയിൽ യൂസ് ചെയ്യുന്ന 2 സാധനങ്ങളാണ്. നമ്മുടെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹയ, എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു 2 സാധനം. ഇത് തീരാറായി, ഇത് കുറച്ചുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഡേ ടൈമിലാണ്. ഇത് യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമാണ്. നൈറ്റ് ഓവർനൈറ്റ് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. സോ ഇത് രണ്ടും ഞാൻ എൻ്റെ ബോഡിയിൽ ഇടുന്ന, ചില ആൾക്കാർ ഫേസിലിടുന്നവരുണ്ട്. ഞാനും കുറേയൊക്കെ കാലം ഫേസിലിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ബോഡിയിൽ ഇടാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അടിപൊളി ഒരു സാധനമാണ്. പിന്നെയുള്ള എന്താ വെച്ചാൽ നമുക്ക് ഹെയറിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കാലിലൊക്കെ യൂസ് ചെയ്യും കേട്ടോ ഞാൻ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഹെയറിൽ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം നമ്മുടെ ഗാർണിയറിൻ്റെ ഈ ഒരു ഹെയർ ഷാമ്പു ആണ്. ഈ ഒരു ഹെയർ ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഹെയറിൽ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു സാധനം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. പിന്നെ യൂസ് ചെയ്യുന്ന മാസ്ക് ആണ് ഹെയർ മാസ്ക്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ഒരു ഹെയർ മാസ്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അടിപൊളി പ്രോഡക്റ്റാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ സിറം ഞാൻ
കുറേ കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സ്ട്രീക്സ് തന്നെയല്ലേ ഇത് പറയുക, അതിൻ്റെ ഹെയർ സിറായിരുന്നു, മറ്റേ പച്ച ബോട്ടിലും മറ്റേ ഓറഞ്ച് ബോട്ടിലൊക്കെ ഉള്ളത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ഗാർണിയറിൻ്റെ പ്രൊമോഷനായോ ദേവിയേ, ഗാർണിയറിൻ്റെ അൾട്രാ ഹെയർ സിൽക്ക് സിറമാണ് യൂസ് ചെയ്യുന്നത്, സ്മൂത്തനിങ് സിറം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് യൂസ് ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്, അടിപൊളി പ്രോഡക്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്രോഡക്റ്റാണ്. പക്ഷേ ഈ ഗാർണിയറിൻ്റെ എല്ലാ സാധനത്തിനും ഒടുക്കത്തെ റേറ്റാണ്. എന്ത് ചെയ്യാനാ, ഡിമാൻഡ് സാധനം. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ എൻ്റെ ബോഡിയിലും ഞാൻ എൻ്റെ ഫേസിലും ഞാൻ എൻ്റെ ഹെയറിലും ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെനിക്കൊന്നും മറയ്ക്കാനൊന്നുമില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഞാനൊരു ബോഡി മിസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോഡി മിസ്റ്റ് ഈ ഒരു ബോഡി മിസ്റ്റ് നമ്മുടെ ബാത്ത് ആൻഡ് ബോഡീൻ്റെ ഒരു ബോഡി മിസ്റ്റാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ യൂണിന്ന് മേടിച്ചതാ. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് ബാത്ത് ആൻഡ് ബോഡിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി സ്മെല്ലാണ്. സോ ഇത്രയും സാധനം ഞാൻ എൻ്റെ സ്കിന്നിനും എൻ്റെ ബോഡിക്കും ഫുള്ള് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഞാൻ ചില ദിവസങ്ങളിലൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഇത്രയും പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്താൽ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കിത് ഓക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ. എനിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.